നമ്മുടെ കർത്താവീശോ മിശിഹായുടെ സ്വർഗാരോഹണ തിരുനാൾ സ്വർഗം ഉറപ്പാക്കുന്ന, സ്വർഗത്തിലുള്ള വിശ്വാസം നമ്മിൽ ആഴപ്പെടുത്തുന്ന നമ്മുടെ കർത്താവീശോ മിശിഹായുടെ സ്വർഗാരോഹണ തിരുനാളിൻ്റെ മംഗളങ്ങൾ പ്രാർത്ഥനയോടെ നേർന്നുകൊള്ളുന്നു. നമുക്കറിയാമല്ലോ, നമ്മുടെ ആരാധനാ വത്സരത്തിൽ ഞായറാഴ്ച ഒഴികെയുള്ള 6 കടപ്പെട്ട തിരുനാളുകളാണുള്ളത്. ഒന്ന്, ഈശോയുടെ പിറവി തിരുനാൾ, ഡിസംബർ മാസം 25-ാം തീയതി ആഘോഷിക്കുന്ന നേറ്റിവിറ്റി തിരുനാൾ. രണ്ടാമത്തേത്, ജനുവരി മാസം 6-ാം തീയതി ആഘോഷിക്കുന്ന കർത്താവീശോ മിശിഹായുടെ ദനഹ തിരുനാൾ. മൂന്നാമത്തേത്, ഉയർപ്പ് കാലത്തെ 6-ാം ആഴ്ചയിലെ വ്യാഴാഴ്ച ആഘോഷിക്കുന്ന സ്വർഗാരോഹണ തിരുനാൾ. നാലാമത്തേത്, ഓഗസ്റ്റ് മാസം 15-ാം തീയതി ആഘോഷിക്കുന്ന പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ സ്വർഗാരോപണ തിരുനാൾ. അഞ്ചാമത്തേത്, ജൂൺ മാസം 29-ാം തീയതി ആഘോഷിക്കുന്ന പത്രോസ് പൗലോസ് ശ്ലീഹന്മാരുടെ തിരുനാൾ. ആറാമത്തേത്, ജൂലൈ മാസം 3-ാം തീയതി ആഘോഷിക്കുന്ന വിശുദ്ധ തോമാസ് ശ്ലീഹായുടെ ദുഖറാന തിരുനാൾ. ഇതിൽ കർത്താവീശോ മിശിഹായുടെ തിരുനാളിൽ പ്രധാനപ്പെട്ടതാണ് അവിടുത്തെ സ്വർഗാരോഹണ തിരുനാൾ. ഒരു കാര്യം ഇവിടെ നാം മനസ്സിലാക്കണം: സ്വർഗാരോഹണവും സ്വർഗാരോപണവും തമ്മിലുള്ള വ്യത്യാസം. സ്വർഗാരോഹണത്തിന് അസെൻഷൻ എന്ന് ഇംഗ്ലീഷിലും സ്വർഗാരോപണത്തിന് അസംഷൻ എന്ന് ഇംഗ്ലീഷിലും പറയുന്നു. സ്വർഗാരോഹണം എന്നത് ഈശോ തൻ്റെ ദൈവീക മഹത്വത്തിൽ തന്നെ അവിടുന്ന് തന്നെ സ്വർഗത്തിലേക്ക് കരേറി എന്നർത്ഥം. സ്വർഗാരോപണം മറിയത്തിൻ്റെതാണ്. മറിയം തൻ്റെ പുത്രനായ മിശിഹായുടെ ദൈവീകതയുടെ ശക്തിയാൽ സ്വർഗത്തിലേക്ക് ആത്മശരീരങ്ങളോടെ എടുക്കപ്പെട്ടു എന്ന് അർത്ഥം. വിശ്വാസ ജീവിതത്തിൽ വളരെ പ്രാധാന്യമുള്ള തിരുനാളാണ് സ്വർഗാരോഹണ തിരുനാൾ. ഉത്ഥാനത്തിൻ്റെ 40-ാം ദിവസം ഉത്ഥിതനായ ഈശോ ശ്ലീഹന്മാരും ഒരുമിച്ചായിരിക്കെ സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. ശിഷ്യന്മാർ ഉത്ഥാനത്തിന് സാക്ഷികളല്ലായിരുന്നു. കാരണം അത് ദൃഷ്ടിഗോചരമായിരുന്നില്ല. അതിനതീതമായ മഹത്വമായിരുന്നു ഉത്ഥാന സമയത്ത് സംഭവിച്ചത്. എന്നാൽ സ്വർഗാരോഹണത്തിന് അവരെല്ലാം സാക്ഷികളായി. നാഥനായ ഈശോ മിശിഹായെക്കുറിച്ചും നിത്യരക്ഷയെക്കുറിച്ചും സ്വർഗത്തെക്കുറിച്ചും നിരവധി അർത്ഥങ്ങൾ അടങ്ങിയിരിക്കുന്ന തിരുനാളാണ് സ്വർഗാരോഹണ തിരുനാൾ. മിശിഹായിലുള്ള വിശ്വാസത്തെ ആഴപ്പെടുത്തുന്നതും മരണാനന്തര ജീവിതത്തെക്കുറിച്ചുള്ള പ്രതീക്ഷ വളർത്തുന്നതും അതേക്കുറിച്ചുള്ള പല ചോദ്യങ്ങൾക്കും ഉത്തരം നൽകുന്നതുമാണ് സ്വർഗാരോഹണം. ശിഷ്യന്മാർ തങ്ങളുടെ പ്രതീക്ഷ ഈശോയിൽ അർപ്പിച്ചിരുന്നു. എന്നാൽ ഈശോയുടെ ദാരുണമായ കുരിശുമരണം അവരെ ദുഃഖത്തിലാഴ്ത്തി. അവർ നിരാശരായി കൂട്ടുപിരിഞ്ഞ് ഒറ്റപ്പെട്ട് ഓടി ഒളിച്ചു. ഈ അവസ്ഥയിൽ നിന്നും ശിഷ്യരെ രക്ഷിക്കാനായി, താൻ ഉത്ഥാനം ചെയ്തിരിക്കുന്നു എന്നവരെ ബോധ്യപ്പെടുത്താനായി ഉത്ഥിതനായ ഈശോ അവരുടെ മുൻപിൽ പ്രത്യക്ഷനായി. കുരിശിൽ മരിച്ച താൻ ഉത്ഥാനം ചെയ്തുവെന്ന് തൻ്റെ പ്രത്യക്ഷപ്പെടലിലൂടെ ഈശോ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തു. സുവിശേഷത്തിന് മുമ്പ് തന്നെ AD 50-കളിൽ എഴുതിയ കോറിന്തിലെ സഭയ്ക്കുള്ള ലേഖനത്തിൽ വിശുദ്ധ പൗലോസ് ഉത്ഥിതനായ കർത്താവിൻ്റെ 6 പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് രേഖപ്പെടുത്തുന്നുണ്ട്. കേപ്പായ്ക്കും 12 ശിഷ്യന്മാർക്കും 500-ലധികം പേർക്ക് ഒരുമിച്ചും യാക്കോബിനും എല്ലാ അപ്പസ്തോലന്മാർക്കും അവസാനമായി വിശുദ്ധ പൗലോസിനും. ലേഖനത്തിൽ 15-ാം അധ്യായത്തിൽ നാം ഇത് വായിക്കുന്നു.
ഇതുകൂടാതെ മറ്റു സുവിശേഷങ്ങളുടെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ഉത്ഥാനം മുതൽ സ്വർഗാരോഹണം വരെ ഉത്ഥിതനായ കർത്താവ് 10 പ്രാവശ്യം പ്രത്യക്ഷപ്പെട്ടതായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. കർത്താവിൻ്റെ ഉത്ഥാനാനന്തര പ്രത്യക്ഷപ്പെടലിന് പ്രത്യേക ലക്ഷ്യങ്ങളുണ്ടായിരുന്നു. ഈശോ പ്രത്യക്ഷപ്പെട്ടപ്പോഴെല്ലാം മുറിപ്പാടുകളോടെയാണ് അവൻ പ്രത്യക്ഷപ്പെട്ടത്. ഇതിൽ നിന്നുള്ള നിഗമനങ്ങൾ ഇങ്ങനെയാണ്: 1, ക്രൂശിക്കപ്പെട്ട ഈശോ തന്നെയാണ് ഉത്ഥാനം ചെയ്തിരിക്കുന്നത് എന്ന് ബോധ്യപ്പെടുത്താൻ. 2, ഉത്ഥാന സത്യത്തിൽ ശിഷ്യന്മാരെയും മറ്റുള്ളവരെയും ഉറപ്പിച്ചു നിർത്താൻ. 3, നിരാശയിലായിരുന്ന ശിഷ്യന്മാരെ പ്രത്യാശയുള്ളവരാക്കി വളർത്താൻ. 4, ഉത്ഥാനത്തിൻ്റെ സന്തോഷം പങ്കിടാൻ. 5, കുരിശുമരണത്തോടെ സംഭവിച്ച വിശ്വാസ തകർച്ച ഇല്ലാതാക്കാൻ. 6, ഈശോ ദൈവമാണെന്ന് ബോധ്യപ്പെടുത്താൻ. 7, ഉത്ഥാനത്തിലൂടെ മരണത്തെ ഇല്ലാതാക്കിയ ഈശോ മരണത്തിൻ്റെയും ജീവൻ്റെയും നാഥനാണെന്ന് പഠിപ്പിക്കാൻ. വിശുദ്ധ ഗ്രന്ഥത്തിൽ സ്വർഗാരോഹണത്തെക്കുറിച്ചുള്ള വിവരണങ്ങൾ ഒന്ന് പരിചിന്തനം ചെയ്യുന്നത് ഇത്തരുണത്തിൽ നന്നായിരിക്കും. ഈശോയുടെ സ്വർഗാരോഹണത്തെക്കുറിച്ചുള്ള പരാമർശങ്ങളെല്ലാം തന്നെ ദൃക്സാക്ഷി വിവരണങ്ങളാണ്. പിതാവായ ദൈവം തന്നെ ഏൽപ്പിച്ച ദൗത്യം പൂർത്തിയാക്കി ഉത്ഥാനത്തിൻ്റെ 40-ാം നാൾ അവിടുന്ന് സ്വർഗത്തിലേക്ക് ആരോഹണം ചെയ്തു. ജെറൂസലമിന് 3 കിലോമീറ്റർ കിഴക്ക് ഒലിവ് മലയുടെ താഴ്വരയിലെ ബഥാനിയയിലെ ഒരു ഉയർന്ന മലയിൽ നിന്നാണ് ഈശോ സ്വർഗാരോഹണം ചെയ്തത്. ഈ സംഭവം വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അവൻ അവരെ ബഥാനിയയിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി കൈകൾ ഉയർത്തി അവരെ അനുഗ്രഹിച്ചു കൊണ്ടിരിക്കെ അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. 24-ാം അധ്യായം 50-51 വാക്യങ്ങളിലാണ് നാം ഇത് വായിക്കുക. ഈ സുവിശേഷ ഭാഗം ചെറിയ വ്യത്യാസങ്ങളോടെ വിശുദ്ധ ഗ്രന്ഥത്തിൽ മറ്റിടങ്ങളിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 19-20 വാക്യങ്ങളിൽ ഇങ്ങനെ നാം വായിക്കുന്നു: കർത്താവായ ഈശോ അവരോട് സംസാരിച്ചതിന് ശേഷം സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ടു. അവൻ ദൈവത്തിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായി. സ്വർഗസ്ഥനായ കർത്താവ് ഒരേ സമയം സ്വർഗത്തിലും ഭൂമിയിൽ ശിഷ്യന്മാരുടെ ഒപ്പവും ഉണ്ടെന്ന് ഈ സുവിശേഷ ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. അതോടൊപ്പം ഈ വിവരണം ഈശോയുടെ സ്വർഗാരോഹണവും പിതാവിൻ്റെ വലതുഭാഗത്തുള്ള അവിടുത്തെ സ്ഥാനവും അവിടുന്ന് ശ്ലീഹന്മാരോടൊപ്പം വചനപ്രഘോഷണത്തിൽ പ്രവർത്തിക്കുന്നവനാണെന്നും ഓർമ്മിപ്പിക്കുന്നു. രണ്ടാമത് നാം വായിക്കുന്നത് നടപടി പുസ്തകത്തിൽ നിന്നാണ്. 1-ാം അധ്യായം 9 മുതലുള്ള വാക്യങ്ങളിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർ നോക്കി നിൽക്കെ അവൻ ഉന്നതങ്ങളിലേക്ക് സംവഹിക്കപ്പെട്ടു. ഒരു മേഘം വന്ന് അവനെ അവരുടെ ദൃഷ്ടിയിൽ നിന്ന് മറച്ചു. അവൻ ആകാശത്തിലേക്ക് പോകുന്നത് അവർ നോക്കി നിൽക്കുമ്പോൾ വെള്ളവസ്ത്രം ധരിച്ച 2 പേർ അവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു പറഞ്ഞു: അല്ലയോ ഗലീലിയക്കാരെ, നിങ്ങൾ ആകാശത്തിലേക്ക് നോക്കി നിൽക്കുന്നത് എന്ത്? നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ഈശോ സ്വർഗത്തിലേക്ക് പോകുന്നതായി നിങ്ങൾ കണ്ടതുപോലെ തന്നെ തിരിച്ചു വരും. സ്വർഗാരോഹണത്തെക്കുറിച്ചുള്ള ഈ വിശുദ്ധ ഗ്രന്ഥ ഭാഗം ഈശോയുടെ സ്വർഗാരോഹണവും മഹത്വത്തിലുള്ള അവിടുത്തെ ആഗമനവും തമ്മിൽ യോജിപ്പിക്കുന്നു. കർത്താവ് വരുമെന്ന് ദൂതന്മാർക്ക് ഉറപ്പ് നൽകുന്നതാണ് നാം ഇവിടെ വായിക്കുക. മൂന്നാമത്തേത് ഫിലിപ്പിയർക്കുള്ള ലേഖനം 2-ാം അധ്യായം 9-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ആകയാൽ ദൈവം അവനെ അത്യധികം ഉയർത്തി എല്ലാ നാമങ്ങൾക്കും ഉപരിയായ നാമം നൽകുകയും ചെയ്തു. സ്വർഗാരോഹണത്തിൽ ദൈവം കർത്താവിനെ ഉയർത്തി, അവനെ എല്ലാവരെയും ഉയർത്തി, എല്ലാ നാമത്തെക്കാളും ഉപരിയായ നാമം നൽകി എല്ലാവരും അവനെ വണങ്ങണമെന്ന് ഈ ലേഖന ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. സ്വർഗാരോഹണത്തെ കർത്താവിൻ്റെ മഹത്വത്തോടും അധികാരത്തോടും ചേർത്ത് കാണണമെന്ന് ഈ ലേഖന ഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. നാലാമത്തേത് എബ്രായർക്കുള്ള 4-ാം ലേഖനത്തിലെ 14-ാം വാക്യമാണ്: സ്വർഗത്തിലേക്ക് കടന്നുപോയ ശ്രേഷ്ഠനായ ഒരു പ്രധാന പുരോഹിതൻ ദൈവപുത്രനായ ഈശോ നമുക്കുള്ളത് കൊണ്ട് നമ്മുടെ വിശ്വാസത്തെ നമുക്ക് മുറുകെ പിടിക്കാം. കർത്താവിൻ്റെ പൗരോഹിത്യവും സ്വർഗാരോഹണവും തമ്മിൽ ബന്ധിക്കുന്ന ലേഖനഭാഗമാണിത്. അവിടുന്ന് നിത്യപുരോഹിതനാണെന്നും അവനിൽ വിശ്വസിക്കുന്നവൻ പ്രത്യാശയുള്ളവരാകണമെന്നും ഈ ലേഖനഭാഗം നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ ഒരു ചോദ്യം: ഈശോ എന്തിന് സ്വർഗാരോഹണം ചെയ്തു എന്നതാണ്.
വിശ്വാസ പ്രമാണം നാം ഇങ്ങനെ പ്രഘോഷിക്കുന്നുണ്ടല്ലോ: സ്വർഗത്തിൽ നിന്നിറങ്ങി പരിശുദ്ധാത്മാവിനാൽ കന്യകാമറിയത്തിൽ നിന്ന് ശരീരം സ്വീകരിച്ച മനുഷ്യനായി പിറന്നവനാണ് ദൈവപുത്രനായ ഈശോ. കുരിശിൽ മരിച്ച് ഉത്ഥാനം ചെയ്ത് മനുഷ്യന് നിത്യരക്ഷ ഉറപ്പാക്കിയ ഈശോ എന്തിനാണ് വീണ്ടും സ്വർഗത്തിലേക്ക് കയറിയതെന്ന് സുവിശേഷ ഉത്തരം നൽകുന്നു. ഒന്ന്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ നമുക്ക് വേണ്ടി അയക്കാൻ. ആത്മാവിലൂടെ കർത്താവ് വീണ്ടും നമ്മിലും ലോകത്തിലും പ്രവർത്തന നിരതനാകാനാണ് അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറിയത്. യോഹന്നാൻ്റെ സുവിശേഷം 16-ാം അധ്യായം 7-ാം വാക്യം നാം ഇങ്ങനെ വായിക്കുന്നു: നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയാണ് ഞാൻ പോകുന്നത്. ഞാൻ പോകുന്നില്ല എങ്കിൽ സഹായകൻ നിങ്ങളുടെ അടുത്തേക്ക് വരികയില്ല. ഞാൻ പോയാൽ അവനെ നിങ്ങളുടെ അടുത്തേക്ക് ഞാൻ അയക്കും. 2, നമുക്ക് സ്വർഗം ഉറപ്പാക്കാനാണ്. സ്വർഗത്തിൽ കർത്താവിനോടൊപ്പം നാമും ആയിരിക്കേണ്ടതിന് ആണ് അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറിയത്. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം 3-ാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളുമാകാൻ ഞാൻ വീണ്ടും വന്ന് നിങ്ങളെ കൂട്ടിക്കൊണ്ടുപോകും. ഇതാണ് കർത്താവ് നൽകുന്ന ഉറപ്പ്. ഈ സ്വർഗാരോഹണം വെളിപ്പെടുത്തുന്ന വലിയ സത്യങ്ങളുണ്ട്. സ്വർഗാരോഹണം ചരിത്രത്തിൽ നടന്നൊരു യാഥാർത്ഥ്യമാണ്. എന്നാൽ അത് നമ്മുടെ നിത്യരക്ഷയെക്കുറിച്ചുള്ള വലിയ സത്യങ്ങളുടെ അർത്ഥം ഉൾക്കൊള്ളുന്നതാണ്. മരണാനന്തര സ്വർഗീയ ജീവിതത്തെക്കുറിച്ചുള്ള മറ്റു പല യാഥാർത്ഥ്യങ്ങളും കർത്താവിൻ്റെ സ്വർഗാരോഹണം വെളിപ്പെടുത്തുന്നു. ഒന്ന്, സ്വർഗം ഉണ്ട് എന്നതാണ്. ആ സ്വർഗത്തിലേക്കാണ് ഈശോ കരയേറിയത്. സുവിശേഷം അത് വ്യക്തമായി ഇങ്ങനെ പഠിപ്പിക്കുന്നു: അവൻ അവരിൽ നിന്ന് മറയുകയും സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെടുകയും ചെയ്തു. ഈശോ ആയിരുന്നിടം, ഈശോ കരയേറിയിടം, അവനായിരിക്കുന്നിടം, അതാണ് സ്വർഗം. 2, എന്താണ് അല്ലെങ്കിൽ എവിടെയാണ് സ്വർഗം? സ്വർഗം പിതാവിൻ്റെ ഭവനമാണ്. ഈശോ പറഞ്ഞല്ലോ: ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ചെന്ന് അവിടം എല്ലാം ക്രമപ്പെടുത്തിയിട്ട് വന്ന് എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലേക്ക് നിങ്ങളെ ഞാൻ കൂട്ടിക്കൊണ്ടുപോകും. യോഹന്നാൻ്റെ സുവിശേഷം 14-ാം അധ്യായം. സ്വർഗം പിതാവിൻ്റെ വലതുഭാഗമാണ്. മർക്കോസിൻ്റെ സുവിശേഷം 16-ാം അധ്യായം 19-ാം വാക്യം നാം വായിക്കുന്നു: പിതാവിനോടൊപ്പമായിരുന്നു കൊണ്ട് പിതാവിൻ്റെ മഹത്വത്തിലായിരിക്കുന്ന ജീവിതമാണ് സ്വർഗം. അതിനായിട്ടാണ് നാം എല്ലാം വിളിക്കപ്പെട്ടിരിക്കുന്നത്. വിശുദ്ധ പത്രോസ്ലിയ തൻ്റെ 2-ാം ലേഖനത്തിലെ 1-ാം അധ്യായം 4-ാം വാക്യത്തിൽ ഇങ്ങനെ പറയുന്നു: യു ആർ കോൾഡ് ടു ബി ദി പാർട്ടേക്കേഴ്സ് ഓഫ് ദി ഗ്ലോറി ഓഫ് ഗോഡ്. കർത്താവ് എവിടെയാണെന്ന് വെളിപ്പെടുത്തുകയാണ് സ്വർഗാരോഹണം. ഇതാണ് 3-ാമത്തെ കാര്യം. കർത്താവ് സ്വർഗാരോഹണം ചെയ്തത് ശ്ലീഹന്മാർ കണ്ടില്ലായിരുന്നു എങ്കിൽ അവർക്കും കർത്താവ് എവിടെയാണെന്ന് സംശയമുണ്ടാകുമായിരുന്നു. കർത്താവ് പിതാവിൻ്റെ വലതുഭാഗത്ത് സ്വർഗത്തിൽ വസിക്കുന്നു. കർത്താവിൻ്റെ ആഗ്രഹപ്രകാരം പിതാവ് അയച്ച പരിശുദ്ധാത്മാവിലൂടെ കർത്താവ് ഇന്നും ലോകത്തിൽ സന്നിഹിതനാണ്. 4, പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ത്രിത്വത്തിൻ്റെ മഹത്വത്തിൽ ദൈവത്തോടൊപ്പം ദൈവമായിരിക്കുന്നു എന്നാണ് അർത്ഥം. അവിടുത്തെ വലതുഭാഗത്ത് അൾത്താരയുടെ വലതുഭാഗത്ത് സുവിശേഷം വെക്കുമ്പോൾ നാം ഓർക്കുന്ന സത്യം ഇതാണ്: ഈശോ പിതാവിൻ്റെ വലതുഭാഗത്തായിരിക്കുന്നു എന്ന്. 5, പിതാവിൻ്റെ വലതുഭാഗത്തായിരിക്കുന്ന ഈശോ നാഥനും കർത്താവുമായി തീർന്നിരിക്കുന്നു എന്നതാണ്. അവിടുന്ന് സ്രഷ്ടാവും പരിപാലകനുമായിരുന്നെങ്കിൽ സ്വർഗാരോഹണത്തോടെ പിതാവിൻ്റെ കർത്തൃത്വവും സ്വീകരിച്ച് അവിടുന്ന് പ്രപഞ്ചത്തിൻ്റെ ഭരണകർത്താവും അധികാരിയും ആദിയും അന്ത്യവുമായി തീർന്നിരിക്കുന്നു. അതായത് കർത്താവാണ് സ്വർഗം, അവനോടൊപ്പമായിരിക്കുന്നതാണ് സ്വർഗീയ ജീവിതം. 6, സ്വർഗാരോഹിതനായ അവിടുത്തെ ദൈവം അത്യധികം ഉയർത്തി എല്ലാ നാമത്തേക്കാൾ ഉപരിയായ നാമം നൽകി. അത് ഈശോയുടെ നാമത്തിന് മുൻപിൽ സ്വർഗത്തിലും ഭൂമിയിലും പാതാളത്തിലുമുള്ള സകല മുട്ടുകളും ഏറ്റുപറയുന്നതിനാണ് അവിടുന്ന് സ്വർഗാരോഹിതനായത്. ഫിലിപ്പിയർക്കുള്ള ലേഖനം 2-ാം അധ്യായം 9 മുതൽ ഉള്ള വാക്യത്തിൽ നാം വായിക്കുന്നു. 7, സ്വർഗാരോഹണത്തിൽ ഈശോ സകല സൃഷ്ടികളുടെയും ആരാധനയ്ക്ക് യോഗ്യനായി തീർന്നു എന്നതാണ്. 8, ഈശോ നിത്യപുരോഹിതനാണെന്നും ഏകരക്ഷകനും മധ്യസ്ഥനുമാണെന്നും സ്വർഗാരോഹണം വെളിപ്പെടുത്തുന്നു. എല്ലാ ബലികളുടെയും പൂർണ്ണതയായി എന്നേക്കും അതിൻ്റെ ഫലം നൽകുന്ന നിത്യബലി അർപ്പിച്ച് അവിടുന്ന് നിത്യപുരോഹിതനായി. തൻ്റെ ബലിയിലൂടെ മനുഷ്യവംശത്തെ മുഴുവനായി മരണോത്ഥാനങ്ങളിലൂടെ പാപത്തിൽ നിന്നും മരണത്തിൽ നിന്നും പിശാചിൽ നിന്നും മോചിപ്പിച്ച് നിത്യതയ്ക്കുള്ള ഏക മധ്യസ്ഥനായി അവിടുന്ന് പിതാവിൻ്റെ വലതുഭാഗത്ത് ഉപവിഷ്ടനായിരിക്കുന്നു.
മനുഷ്യവംശത്തിന് സ്ഥലമൊരുക്കി കഴിയുമ്പോൾ അവിടുന്ന് വന്ന് നമ്മെ കൂടി കൂട്ടിക്കൊണ്ടുപോകും. അതുവരെ അവിടുന്ന് അതിൻ്റെ മാധ്യസ്ഥം തുടർന്നു കൊണ്ടിരിക്കും. 9, സ്വർഗാരോഹണം കർത്താവിൻ്റെ വരവ് ഉറപ്പാക്കുന്നു. നടപടി പുസ്തകത്തിൽ നാം അത് വായിക്കുന്നുണ്ടല്ലോ. സ്വർഗാരോഹണ സമയത്ത് നിങ്ങളിൽ നിന്ന് സ്വർഗത്തിലേക്ക് സംവഹിക്കപ്പെട്ട ഈശോ സ്വർഗത്തിലേക്ക് പോകുന്നതായി കണ്ട നിങ്ങൾ കണ്ടതുപോലെ അവൻ തിരിച്ചു വരും എന്ന മാലാഖമാരുടെ വാക്കുകൾ യുഗാന്ത്യത്തിലുള്ള കർത്താവിൻ്റെ മഹത്വത്തിലുള്ള വരവിനെ ഉറപ്പാക്കുന്നു. കർത്താവിൻ്റെ വരവിനെ പ്രതീക്ഷയോടെ കാത്തിരിക്കാനും അവിടുത്തോടൊപ്പം നാം എടുക്കപ്പെടാൻ യോഗ്യരായ രീതിയിൽ ജീവിക്കാനും ജീവിതം ക്രമപ്പെടുത്താനും സ്വർഗാരോഹണം നമ്മെ ഓർമ്മിപ്പിക്കുന്നു. 10, സ്വർഗസ്ഥനായ പിതാവിനെക്കുറിച്ചുള്ള വെളിപ്പെടുത്തലിൻ്റെ പൂർണ്ണതയാണ് സ്വർഗാരോഹണം. കർത്താവ് തൻ്റെ പഠനങ്ങളിലൂടെ വെളിപ്പെടുത്തിയ സത്യം സ്വർഗാരോഹണത്തിൽ പൂർണ്ണമാകുന്നു. നമുക്കൊരു പിതാവുണ്ട്. ആ പിതാവ് സ്വർഗത്തിലാണ്. അവൻ്റെ മഹത്വത്തിൽ ഇടം കണ്ടെത്തുകയാണ് സ്വർഗം. നാം ഈ ഭൂലോകത്തായിരിക്കുമ്പോൾ നമ്മിൽ പിതാവും പുത്രനും പരിശുദ്ധാത്മാവും സന്നിഹിതനാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 23-ാം വാക്യത്തിൽ നാം വായിക്കുന്നുണ്ട്, ഞങ്ങൾ വന്ന് നിങ്ങളിൽ കൂടാരമടിച്ച് കഴിയുമെന്ന്. പരിശുദ്ധ ത്രിത്വത്തിൻ്റെ വാസത്തെക്കുറിച്ച് പറയുന്നു. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 53 മുതലുള്ള വാക്കിൽ നിന്നും കർത്താവ് പറയുന്നുണ്ട്, എൻ്റെ ശരീരം ഭക്ഷിക്കുകയും എൻ്റെ രക്തം പാനം ചെയ്യുകയും ചെയ്യുന്നവൻ എന്നിലും ഞാൻ അവനിലും വസിക്കും എന്ന് ഈശോയുടെ സാന്നിധ്യം ഉറപ്പാക്കുന്നു. പൗലോസ് ശ്ലീഹ റോമാക്കാർക്ക് ലേഖനത്തിൽ 8-ാം അധ്യായത്തിൽ പറയുന്നു, നിങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്നും ദൈവാത്മാവ് നിങ്ങളിൽ വസിക്കുന്നുവെന്ന് നിങ്ങൾക്ക് അറിഞ്ഞുകൂടെ. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്തെക്കുറിച്ച് ശ്ലീഹ നമ്മെ പഠിപ്പിക്കുന്നു. ഈ ലോകത്തായിരിക്കുമ്പോൾ പരിശുദ്ധ ത്രിത്വം നമ്മിൽ വസിക്കുന്നു. സ്വർഗമെന്നാൽ ഈ പരിശുദ്ധ ത്രിത്വത്തിൻ്റെ മഹത്വത്തിൽ നാം നമ്മുടെ ഇടം, നമ്മുടെ സ്പേസ് കണ്ടെത്തുന്നതാണ്. ആ ബോധ്യം ആണ് ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുക. സ്വർഗാരോഹണത്തിലൂടെ രക്ഷകനും നാഥനുമായ കർത്താവ് മനുഷ്യവംശത്തിന് നൽകുന്ന സമ്മാനം സ്വർഗമാണ്. സ്വർഗമുണ്ടെന്നും അത് പിതാവായ ദൈവത്തോടുള്ള നിത്യജീവനാണെന്നും അതുവഴി താൻ തന്നെയാണെന്നും കർത്താവ് പഠിപ്പിച്ചു. സ്വർഗാരോഹണത്തിലൂടെ ഈ സമ്മാനം അവിടുന്ന് നമുക്ക് നൽകുന്നു. ഈ സമ്മാനം ഉറപ്പുവരുത്തുന്നു. ആദ്യ മാതാപിതാക്കന്മാർ പാപം ചെയ്തപ്പോൾ അടയ്ക്കപ്പെട്ട പറുദീസ കർത്താവ് കുരിശുകൊണ്ട് തുറന്ന് അവിടുന്ന് തന്നെ അതിൽ പ്രവേശിച്ച് കർത്താവ് നമുക്കായി സ്വർഗം തുറന്നു തന്നു. കർത്താവിൻ്റെ ഭവനം നമ്മുടെയും ഭവനമായി. കർത്താവിൽ വിശ്വസിച്ച് അവനെ നാഥനും ദൈവവുമായി ഏറ്റുപറയുന്നവർക്ക് സ്വർഗം അവകാശമാണ്. നമ്മുടെ മുമ്പിൽ സ്വർഗമോ നരകമോ എന്ന 2 വഴികൾ കർത്താവ് കാണിച്ചു തന്നിട്ടില്ല. നാം നമ്മുടെ ക്രിസ്തീയ വേദോപദേശത്തിൽ പഠിക്കുന്നുണ്ടല്ലോ, തന്നെ എന്തിനാണ് നമ്മെ സൃഷ്ടിച്ചതെന്ന്. തന്നെ സ്നേഹിച്ച് തൻ്റെ വിശുദ്ധ പ്രമാണങ്ങൾ കാത്തുകൊണ്ട് തനിക്ക് ശുശ്രൂഷ ചെയ്ത് സ്വർഗത്തിലെത്താനുള്ള വിളിയാണ് നമുക്കുള്ളത്. സ്വർഗാരോഹണത്തിലൂടെ കർത്താവ് സ്വർഗം നമുക്ക് ഉറപ്പാക്കി. സ്വർഗാരോഹണത്തിലൂടെ കർത്താവിനെ ഓർമ്മിപ്പിക്കുന്ന മറ്റൊരു സത്യം നമ്മുടെ ശരീരത്തെക്കുറിച്ചാണ്. നമ്മുടെ ശരീരം ദൈവം നമുക്ക് നൽകുന്ന വലിയ ദാനമാണ്. ഉത്ഥിതനായ കർത്താവിൻ്റെ മഹത്വീകരിക്കപ്പെട്ട ശരീരത്തോടൊപ്പം മഹത്വീകരിക്കപ്പെടാനുള്ളതാണ് നമ്മുടെ ശരീരം. നമ്മുടെ ശരീരം മഹത്വീകരിച്ച് സ്വർഗത്തിലേക്ക് എടുക്കപ്പെടാനുള്ളതാണ്. ദൈവം തൻ്റെ ഛായയിൽ സൃഷ്ടിച്ചതാണ് നമ്മൾ. നമ്മുടേതുപോലുള്ള ശരീരം സ്വീകരിച്ച് മനുഷ്യനായി പിറന്ന ഈശോ അതിലൂടെ നമ്മുടെ ശരീരം വിശുദ്ധീകരിച്ചു. വിശുദ്ധമായും സുന്ദരമായും നമ്മുടെ ശരീരം സൂക്ഷിക്കുകയും മറ്റുള്ളവരുടെ ശരീരത്തിൻ്റെ വിശുദ്ധിയും സുരക്ഷിതത്വവും ഉറപ്പുവരുത്തുകയും ചെയ്യാനുള്ള ഉത്തരവാദിത്വം ഈ തിരുനാൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. മേൽപ്പറഞ്ഞ നിത്യസത്യങ്ങൾ പഠിപ്പിക്കുന്ന സംഭവമാണ് സ്വർഗാരോഹണം. ഇതിന് സുറിയാനി ഭാഷയിൽ സൂലാക്ക തിരുനാൾ എന്നാണ് പറയുക. ഉയർപ്പ് തിരുനാൾ സഭയിൽ ആഘോഷിച്ചു തുടങ്ങിയ കാലം മുതൽ സ്വർഗാരോഹണ തിരുനാളും ആഘോഷിക്കാൻ തുടങ്ങി. സീറോ മലബാർ സഭയിൽ സൂലാക്ക തിരുനാൾ കടമുള്ള തിരുനാളായി ആചരിച്ചു വരുന്നു. ഏവർക്കും ഒരിക്കൽ കൂടി സ്വർഗാരോഹണ തിരുനാളിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും നേരുന്നു. ഫാദർ ജോയി കറുകപ്പറമ്പിൽ.